ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓരോ വർഷവും അറബി പഠനങ്ങൾ കഴിഞ്ഞ് ഖുർആൻ, ഹദീസ്, ഇസ്ലാമിലെ ഇതര പ്രമാണങ്ങളൊക്കെ പഠിച്ച് പുറത്തിറങ്ങുന്ന ആയിരക്കണക്കിന് പുരോഹിതന്മാരുണ്ട് ഈ കൊച്ചു കേരളക്കരയിൽ. പക്ഷേ ഇവരൊക്കെ ഖുർആൻ പഠിച്ചവരാണ്, ഹദീസുകൾ പഠിച്ചവരാണ്, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ അരച്ച് കലക്കി ഉപ്പും കൂട്ടി കുടിച്ചവരാണ്. എന്തേ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമ്മൾ തെളിവടക്കം ചോദിക്കുമ്പോൾ ഇവർക്ക് ഉത്തരം പറയാൻ കഴിയാത്തത്? അതുകൊണ്ടാണല്ലോ തന്തയ്ക്ക് വിളികളും പുലഭ്യങ്ങളും അനാവശ്യങ്ങളും പറഞ്ഞ് രംഗത്ത് വരുന്നത്. ഈ തെറി പറയാനും തന്തയ്ക്ക് വിളിക്കാനും ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കാനും എല്ലാവർക്കും അറിയാം. പക്ഷേ അത് പരിശീലിച്ചവർക്കോ മാത്രമേ പബ്ലിക്കിൽ വന്നത് പറയാൻ കഴിയൂ. എല്ലാവർക്കും അത് കഴിഞ്ഞെന്ന് വരില്ല. ഓരോരുത്തരും പഠിക്കുന്നതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു, അവർ പരിശീലിക്കുന്നത് അവർ പുറത്തും കാണിക്കുന്നു. എല്ലാവർക്കും അത് കഴിയില്ല. അപ്പം തെറി വിളിക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ നമ്മളാരും പബ്ലിക്കിൽ പറയാറില്ല. കാരണം എന്താ? അത് തന്നെ നമ്മളെ കേൾക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ കൂടി നമ്മളൊന്ന് ചിന്തിക്കണം. ഇപ്പോൾ എനിക്ക് മറുപടി എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ വരാറുണ്ട്. അതിനകത്ത് എനിക്കുള്ള മറുപടി ഉണ്ടോ? ശരിക്കു പറഞ്ഞാൽ ഇല്ല. ഞാൻ പറയുന്ന ഏതെങ്കിലും ഖുർആൻ വചനങ്ങൾ പറഞ്ഞിട്ടോ ഹദീസുകൾ ഉദ്ധരിച്ചോ അതല്ലെങ്കിൽ ഏതെങ്കിലും മതപ്രഭാഷകന്മാരുടെ വഷളുകൾ പറഞ്ഞിട്ടോ ആണല്ലോ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരാറുള്ളത്. ശരി, അത് പറഞ്ഞിട്ട് ഇത് ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ ഇവർക്ക് സാധിക്കണം. അതിനിവർക്ക് സാധിക്കാത്തിടത്തോളം കാലം ഇവര് പുലഭ്യം പറഞ്ഞു പോകും. ഇങ്ങനെ തെറി പറഞ്ഞും തന്തയ്ക്ക് വിളിച്ചും മാത്രം ഇവർ മുന്നോട്ട് പോകുന്നത് കൊണ്ട് വലിയ ഒരു വിഭാഗം ജനത ഇവരെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നു. ചില ആളുകൾ നിങ്ങളെക്കുറിച്ചിട്ട് ഇന്ന ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളെക്കുറിച്ച് ഇന്ന ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ് വരുമായിരുന്നു. അന്നും എന്നെ അത് മാനസികമായിട്ട് തളർത്തിയിട്ടില്ല, എന്നെ അത് ബാധിച്ചിട്ടുമില്ല. ഇന്നും അങ്ങനെ തന്നെ. കാരണം അവർക്ക് മറുപടികളില്ല. മറുപടി പറയാൻ കഴിയണമെങ്കിൽ അറിവ് വേണം. ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് ഞാൻ ആ പറയുന്ന വചനം എവിടെയാണ് കിടക്കുന്നത്, അതിൻ്റെ സന്ദർഭങ്ങൾ, അതിൻ്റെ പശ്ചാത്തലം, സബബുന്നുസൂൽ ഉണ്ടല്ലോ, ഇറങ്ങിയ പശ്ചാത്തലങ്ങൾ, അതുപോലെ ഖുർആനിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ ഒന്നിരുന്ന് വായിക്കേണ്ടി വരും, ഒന്നും മനസ്സിലാക്കേണ്ടി വരും. എന്നാൽ മാത്രമേ അതിനെ സംബന്ധിച്ച് ഇവർക്ക് മറുപടി പറയാൻ കഴിയൂ. അത് കഴിയുന്നില്ല. അതേപോലെ തന്നെയാണ് സെബാസ്റ്റ്യൻ പുന്നക്കലും. സെബാസ്റ്റ്യൻ പുന്നക്കൽ ജനങ്ങൾക്ക് മുമ്പിൽ, പബ്ലിക് മീഡിയയ്ക്ക് മുമ്പിൽ വന്നിരുന്ന് ഖുർആനിനെയും ഹദീസിനെയും കുറിച്ച് സംസാരിക്കുമ്പോൾ അയാളുടെ തന്തയ്ക്ക് വിളിച്ചിട്ടും തള്ളയ്ക്ക് വിളിച്ചിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും കോലവിളി മുദ്രാവാക്യങ്ങൾ മുഴക്കിയിട്ടും ഒന്നും കാര്യമില്ല. അതുകൊണ്ട് ഒരാളുടെയും വായ അടയ്ക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയെറിഞ്ഞത് ഇനി ഒരാളും നബിയുടെ പേര് പറയാതിരിക്കാനാ, പ്രവാചക നിന്ന എന്ന ഒരാശയം ഇനി ഒരിക്കലും ഉയരാതിരിക്കാനാ. പക്ഷെ അതിനുശേഷം എന്ത് സംഭവിച്ചു? കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികൾ കൂടുതൽ ധൈര്യം സംഭരിച്ചു, അവർ കൂടുതൽ അറിവുകൾ സംഭരിച്ചു. എന്തിനാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയത്? അതെ, അവരുടെ ലക്ഷ്യം ഖുർആനിക ശിക്ഷാ രീതി നടപ്പിലാക്കുക എന്നതായിരുന്നു. അതിനനുസരിച്ച് അവർ ഖുർആനിലെ ശിക്ഷ അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ ആരെങ്കിലും നിഷേധിച്ചാൽ, ആരെങ്കിലും എതിർത്താൽ അവരെ എതിർവശങ്ങളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണം, തലയങ്ങെടുത്തേക്ക്, നാട് കടത്തിയേക്ക്, നിന്ദ്യവും നീചവുമായി അവരോട് പെരുമാറ്, അവരെ പരീക്ഷിക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഖുർആൻ പറയാ. അള്ളാഹു പറഞ്ഞത് ശരിയെന്ന് അംഗീകരിക്കണം, നബി ശരി എന്ന് പറഞ്ഞത് ശരിയാണെന്ന് അംഗീകരിക്കണം, അള്ളാഹുവും അവന്റെ റസൂലും തെറ്റാണ് എന്ന് പറഞ്ഞതിനെ തെറ്റായിട്ട് നിരാകരിക്കണം. ഇത് രണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യാൻ ഖുർആൻ കൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരു കയ്യിൽ കിതാബും ഒരു കയ്യിൽ ആയുധവുമായി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഒരുപാട് അനിൽകുമാർ അയ്യപ്പന്മാരെ സൃഷ്ടിക്കാൻ സാധിച്ചു, ഒരുപാട് അനിൽ കൊടിത്തോട്ടന്മാരെ സൃഷ്ടിക്കാൻ സാധിച്ചു, ആയിരക്കണക്കിന് സെബാസ്റ്റ്യൻ പുന്നക്കൽമാരെ സൃഷ്ടിക്കാൻ സാധിച്ചു. അവരൊക്കെ നമ്മുടെ മതപ്രമാണങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി രൂഢമൂലമായ രൂപത്തിൽ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ് ഈ ഗ്രന്ഥങ്ങളിലുള്ളത്? അവരത് പച്ചയായി ജനസമൂഹത്തോട് വിളിച്ചു പറയുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിച്ചതിൻ്റെ നന്ദി അറിയിക്കേണ്ടത് മുസ്ലിം പുരോഹിതർക്കാണ്. കാരണം ഖുർആൻ പറഞ്ഞത് ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലിയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്.
പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണ്. അതെ, അള്ളാഹുവിന്റെ യഥാർത്ഥ മാർഗമാണോ ഈ ഖുർആൻ? ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പടച്ചോൻ കരുണാവാരിധിയായ കരുണാനിധിയായ പടച്ചോൻ, അയ്യോ എൻ്റെ പടച്ചോൻ ഇങ്ങനെയൊക്കെ സാധിക്കുമോ? ഇവര് പറയുന്ന രൂപത്തിലാണോ പടച്ചോൻ? മനുഷ്യനുണ്ടാക്കിയ പടച്ചോന് മാനുഷികമായിട്ടുള്ള സകലമാന വൈകാരികതകളുമുണ്ട്. കോപിക്കുക, വഴിപിഴപ്പിക്കുക, ഇമോഷണലാകുക, വെറുക്കുക, ശപിക്കുക, നീ മുടിഞ്ഞു പോട്ടെ, നീ വഴികേടിലായി പോകട്ടെ, ഇതൊക്കെ മാനുഷികമല്ലേ? നീ അനുഭവിക്കുമടാ. ഇതൊക്കെ നിസ്സഹായതയിൽ നിന്നും വരുന്ന മാനുഷികമായിട്ടുള്ള വാക്കുകളും വൈകാരികതകളുമല്ലേ? ഇതെങ്ങനെയാണ് എല്ലാത്തിനും പോകുന്ന ഒരു സൃഷ്ടാവിന് സാധിക്കുന്നത്? ഒരു സൃഷ്ടാവിന് സാധിക്കില്ല. ഒരിക്കൽ പറയുന്നത് ഒന്ന്, കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റി പറയുന്നു. അള്ളാഹു ദൈവമാണ്, കാരുണ്യവാനാണ്, ആകാശത്താണ് ഇരിക്കുന്നത്, അദൃശ്യജ്ഞാനിയാണ്, നീതിമാനാണ്, കരുണാവാരിധിയാണ്. ആ അള്ളാഹുവിൻ്റെ കരുണാവാരിധി ലോകം മുഴുവനും പടർന്നു കിടക്കുന്നു. ആ പടച്ചോനാണെങ്കിലോ തലയ്ക്ക് തട്ട് കിട്ടിയ ആളെ പോലെയാണ് സംസാരിക്കുന്നത്. വേദഗ്രന്ഥങ്ങളൊക്കെ ഞാൻ ഇറക്കി തന്നു. എന്നിട്ട് അള്ളാഹു ഗ്രന്ഥത്തിനകത്ത് പറയാണ്, യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഈ ഗ്രന്ഥം കൊണ്ട് ധാരാളം ആളുകൾ നന്നാകും, ധാരാളം ആളുകൾ വഴിപിഴയ്ക്കും. ഇത് രണ്ടും ഒരു ഗ്രന്ഥം കൊണ്ടാണ് സാധിക്കുന്നതെങ്കിൽ അതാ ഗ്രന്ഥകർത്താവിന്റെ പ്രശ്നമാണ്. ഇപ്പം നമുക്കറിയാം, ദൃശ്യം എന്ന സിനിമ കണ്ടിട്ട് എത്രയോ കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു. അതിൽ നിന്നും നമ്മൾ എടുക്കുന്നത് ആ രീതിയിലാണ്. അപ്പോൾ ആ സിനിമയ്ക്ക് പ്രശ്നമുണ്ട് എന്ന് പറയുന്നത് പോലെ ആ സൃഷ്ടാവിറക്കിയ ഗ്രന്ഥം കൊണ്ട് വലിയ ഒരു ജനത നന്നാകുമെന്നും വലിയ ഒരു ജനത നശിക്കുമെന്നും ആ ഗ്രന്ഥത്തിനകത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പടച്ചോൻ അറിഞ്ഞു തന്നെ ചെയ്തതല്ലേ? പടച്ചോൻ വിചാരിക്കുന്നെങ്കിൽ അതുകൊണ്ട് നന്നാകുന്ന ആളുകളെ മാത്രം സൃഷ്ടിച്ചാൽ മതിയായിരുന്നല്ലോ. ഒരു ഗ്രന്ഥം വേദഗ്രന്ഥമാവില്ലല്ലോ, മാറ്റി പറയരുത്. താങ്കൾ തന്നെ പറയുകയാണ്, പടച്ചതമ്പുരാൻ വേദഗ്രന്ഥങ്ങൾ കൊടുക്കുന്നത് സന്മാർഗത്തിലൂടെ മനുഷ്യരെ നല്ല വഴിക്ക് നടത്താനാണ്. അപ്പൊ ദുർമാർഗത്തിലൂടെ മനുഷ്യനെ നടത്താൻ വേണ്ടി നിർദ്ദേശിക്കുന്ന ഒരു ഗ്രന്ഥം വേദഗ്രന്ഥമാവില്ല എന്ന് താങ്കളുടെ വാക്കുകൾ തന്നെയാണ് സാക്ഷി. ഇനി ഖുർആൻ മായിദ, ഖുർആൻ തളിക 5-ാമത്തെ സൂറ തളിക മായിദ 87-ാമത്തെ ആയത്ത്. 87-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? സത്യവിശ്വാസികളെ, അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന വിശിഷ്ട വസ്തുക്കളെ നിങ്ങൾ നിഷിദ്ധമാക്കരുത്. അല്ല, ഇതെന്താണ് ദുർമാർഗത്തിലേക്ക് നയിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞെന്താ? സന്മാർഗത്തിലൂടെ മോക്ഷത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് വേദഗ്രന്ഥങ്ങൾ നൽകിയത്. അപ്പൊ ദുർമാർഗത്തിലൂടെ നയിക്കുന്ന ഗ്രന്ഥം വേദഗ്രന്ഥമല്ല. ഞാനിവിടെ വായിച്ച ആയത്തേതാണ് സൂറ മായിദ 5-87. ഞാനിവിടെ വായിച്ചതെന്താ? സത്യവിശ്വാസികളെ, അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന വിശിഷ്ട വസ്തുക്കൾ നിങ്ങൾ നിഷിദ്ധമാക്കരുത്. ഓക്കെ, അപ്പൊ ഇതെന്ത് ദുർമാർഗത്തിലേക്കാണ് നയിക്കുന്നതെന്നോ? ഈ വിശിഷ്ട വസ്തു എന്താണെന്നറിയാവോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശിഷ്ട വസ്തു 3 രാത്രിത്തേക്ക് പെണ്ണുങ്ങളെ വാടക കിടക്കുന്നതാണ് വിശിഷ്ട വസ്തു. 3 രാത്രികളിലേക്ക് സ്ത്രീകളെ താൽക്കാലിക വിവാഹം എന്ന് പറയുന്ന ഓമനപ്പേരിട്ട് വിളിച്ച് ഒരു ഉടുപ്പോ എന്തെങ്കിലും കാശോ വസ്തുവകളോ കൊടുത്ത് രാത്രിയിലേക്ക് സ്ത്രീകളെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി വാടക കിടക്കുന്ന ആ സ്ത്രീകളെയാണ് ഇവിടെ വിശിഷ്ട വസ്തുക്കളെ എന്ന് പറയുന്നത്. അതായത് 3 രാത്രിക്ക് വേണ്ടി ഒരു പെണ്ണിനെ വിലക്കെടുക്കുന്നത് അള്ളാഹു അനുവദിച്ചിരിക്കുകയാണ്. അതിനെ നിങ്ങൾ ആരും നിഷിദ്ധമാക്കരുത് എന്നാണ് അള്ളാഹു ആയത്തിറക്കി. ഈ ആയത്ത് അള്ളാഹു റദ്ദാക്കിയതായിട്ടൊന്നും ഞങ്ങൾക്കാർക്കും അറിയില്ല. റദ്ദാക്കിയാലും ഇല്ലെങ്കിലും ഇത് പ്രാവർത്തികമായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിനകത്ത് ഇതിനകത്ത് വിശിഷ്ട വസ്തുക്കള് ഈ സ്ത്രീകളെ വാടക എടുക്കുന്ന കാര്യമാണെന്ന് സെബാസ്റ്റ്യൻ മുനക്കൽ എന്റെ അധികാരത്തിൽ പറയാൻ പറ്റുന്നത്? ഇത് എന്റെ അധികാരത്തിൽ പറഞ്ഞല്ല സഹോദരങ്ങളെ, ഇത് നിങ്ങളുടെ തഫ്സീറിനകത്ത് മുഹമ്മദിന്റെ തഫ്സീറിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഇത് ബുഖാരി രേഖപ്പെടുത്തിയിട്ടുള്ള ഖുർആൻ 5-87 മുഹമ്മദിന്റെ തഫ്സീർ, ബുഖാരിയുടെ 65-ാമത്തെ ബുക്ക്, അറബിക് റഫറൻസിലെ 65-ാമത്തെ ബുക്ക് എന്ന് പറയുന്നത് തഫ്സീർ, മുഹമ്മദിന്റെ തഫ്സീറാണ്. മുഹമ്മദ് കൊടുത്തിട്ടുള്ള തഫ്സീറാണ്, മുഹമ്മദിന്റെ വായിൽ നിന്ന് വീണിട്ടുള്ള തഫ്സീറാണ്. അത് ബുഖാരി രേഖപ്പെടുത്തിയിരിക്കുന്ന സഹീഹ് ബുഖാരി 4615-ാമത്തെ ഹദീസായിട്ട് ബുഖാരി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ മുഹമ്മദ് തന്നെ ആ ആയത്തിന് മുഹമ്മദ് കൊടുത്തിട്ടുള്ള തഫ്സീർ എന്താണ്? അബ്ദുള്ള പറഞ്ഞു, നബി നടത്തിയ വിശുദ്ധ യുദ്ധങ്ങളിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ടായിരുന്നു. ഞങ്ങളോടൊപ്പം സ്ത്രീകളും, അതായത് ഭാര്യമാരും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞങ്ങൾ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾ സ്വയം ഷണ്ഡീകരിക്കണമോ? എന്നാൽ പ്രവാചകൻ അത് ചെയ്യാൻ ഞങ്ങളെ വിലക്കി. അതിനുശേഷം ഒരു സ്ത്രീയെ താൽക്കാലികമായി ഒരു വസ്ത്രം പോലും നൽകി വിവാഹം കഴിക്കാൻ, പ്രതിഫലമായിട്ട് ഒരു വസ്ത്രം പോലും നൽകി വിവാഹം കഴിക്കാൻ അദ്ദേഹം ഞങ്ങളെ അനുവദിച്ചു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, വിശ്വാസികളെ, അള്ളാഹു ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിഷിദ്ധമാക്കരുത്, നിങ്ങൾക്കായി നിയമാനുസൃതമാക്കിയിരിക്കുന്നു. ഇതാണ് ഈ പറയുന്ന ആയത്തിന്റെ തഫ്സീർ. ഇതാണ് ഇസ്ലാമിക നിയമപ്രകാരമുള്ള മുത്അ വിവാഹം, അതായത് താൽക്കാലിക വിവാഹം.
ദൂരയാത്രയ്ക്ക് പോകുന്ന പുരുഷന്മാർ, യുദ്ധത്തിന് പോകുന്ന പുരുഷന്മാർ, ചില കരാറുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അയൽ രാജ്യത്തേക്ക് പോകുന്ന പുരുഷന്മാർ, അത്ര സമയം പോലും സ്ത്രീ സാന്നിധ്യമില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പടച്ചോനറിയാം. അതുകൊണ്ട് ഒരു ജോഡി വസ്ത്രം കൊടുത്തിട്ടെങ്കിലും, ഒരു കരക്കീറെങ്കിലും, ഇത് കൊടുക്കുന്നത് യോനിക്കൂലിയ, ഇത് കൊടുത്തിട്ടെങ്കിലും അവർക്ക് അവരുമായിട്ടൊരു 3 ദിവസത്തേക്ക് അട്ടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള സൗകര്യം പവിത്രമാക്കി നൽകിയിരിക്കുന്നു എന്നാ ഖുർആൻ പറഞ്ഞത്. അള്ളാഹു പവിത്രമായി നൽകിയ ഒന്നിനെ നിഷിദ്ധമാക്കാൻ നിങ്ങൾ ആരാണ് എന്നാ ഖുർആൻ ചോദിക്കുന്നത്. കാരണം ഇങ്ങനെ പെണ്ണുങ്ങളെ പടച്ചോൻ നബിക്കും നൽകിയിട്ടുണ്ട്. അത് പടച്ചോനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഒരു കർമ്മമാണ്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇത് പരിശുദ്ധമായ ഒരു സാധനമാണ് പെണ്ണ്. അങ്ങനെ നൽകുമ്പോൾ അത് നിഷിദ്ധമാണ് എന്ന് പറയാൻ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്താണ് യോഗ്യത എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഖുർആനും ചോദിക്കുന്നത്. ഞങ്ങൾ ഈ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്, അതുകൊണ്ട് അത് ധാർമ്മികതയല്ല, അതിനകത്തൊരു മൊറാലിറ്റി കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. ഈ കാലഘട്ടത്തിന്റെ ശരികളിൽ അത് ഒരിക്കലും സ്ഥാനം പിടിക്കുന്നില്ല എന്ന നമ്മുടെ ഒരു നോർമൽ സെൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ വിമർശിക്കുന്നത്. നന്ദി.